ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ടൈലിലൊക്കെ ഫിറ്റിങ്സുകൾ, അതായത് പല പല ഫിറ്റിങ്സുകൾ ബാത്റൂമിൽ വരുന്നുണ്ട്. അതെല്ലാം പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടൈലിൽ പൊട്ടാത്ത രീതിയിൽ നമുക്ക് ചെയ്യുന്ന കോർബിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ രണ്ട് ടൈപ്പുള്ള ബിറ്റാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ചക്ക്, അതായത് ഹാമറിങ് വരുന്ന ഡ്രില്ലിൽ ഇടാവുന്ന ചക്കാണ്. ചക്കിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ട് ഈ ചക്ക് നമുക്ക് സാധാരണ നോർമൽ ഡ്രില്ല് വരുന്നുണ്ട്. അതല്ല ഹാമറിങ് വിത്ത് വരുന്ന, അതായത് പഞ്ചിങ് ടൈപ്പ് വരുന്ന ഹാമറിങ് ഡ്രില്ലുകളിലും ഓൾറെഡി നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ചക്കിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബിറ്റാണ്. ഈ ബിറ്റ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് കുറച്ചുകൂടി, അതായത് അതിൻ്റെ തുമ്പ് കണ്ടോ നിങ്ങൾ, അത് ബോർ ചെയ്യുന്നത് ആ രീതിയിലാണ്. അത് തേഞ്ഞ് തീരുന്ന വരെ നമുക്ക് ഓൾറെഡി ഹോള് ചെയ്യാൻ പറ്റും. ഇതടുത്ത് ബിറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി ബിറ്റാണ്. കാരണം ഇത് നമുക്ക് ഈ ബിറ്റ് പുത്തൻ ബിറ്റാണ്. കണ്ട കുറച്ചുകൂടിയും ആദ്യം കണ്ട ബിറ്റിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. കുറച്ച് ഹോളുകൾ എണ്ണം കൂടുതൽ കിട്ടും. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-20 ഹോൾ കഴിയുമ്പോൾ അത് തേയ്മാനം സംഭവിക്കും. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു 50 ഹോളുകൾ വരെ നമ്മൾ സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. അത്രയും തേയ്മാനം കാര്യം സംഭവിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമുക്കിതിൻ്റെ അകത്ത് ഡ്രില്ല് ആ ബിറ്റ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കണ്ട ഇതിനൊരു സെപ്പറേറ്റ് മെറ്റീരിയൽ കൂടി തരുന്നുണ്ട്. അതിൻ്റെ ഒരു ഹാമറിങ് കൂടി തരുന്നുണ്ട്. അന്ന് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കമ്പനി തരുന്നത്. ഒന്ന്, ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആ ചക്കിൽ, ഡ്രില്ലിൻ്റെ ചക്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നേരെ കട്ടറിൻ്റെ ബ്ലേഡ് ഊരിയിട്ട് കട്ടറിൻ്റെ ബ്ലേഡിലേക്ക് ഡയറക്റ്റ് കൊടുക്കാം. അപ്പോൾ കട്ടറിലും കണക്ട് ചെയ്യാം, ഡ്രില്ലിലും കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ബിറ്റാണ് ഈ ബിറ്റ് വരുന്നത്. അതായത് ഈ കാണുന്ന ബിറ്റ് വരുന്നത് ഇതാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ്. മറ്റേതെന്ന് പറയുന്നത് നമുക്ക് ആ ചക്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ, ഡ്രില്ലിൽ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അതല്ല, നമുക്ക് ഡ്രില്ല് ചരിച്ച് പിടിക്കാൻ പറ്റുന്ന ഏരിയ അല്ലെങ്കിൽ കട്ടർ സിമ്പിളായിട്ട് നമുക്ക് കട്ടറിലേക്ക് കണക്ട് ചെയ്യാം. കട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രൂ കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ത്രെഡ് ഉണ്ട്. അത് നേരെ കട്ടറിൻ്റെ ബ്ലേഡ് മാറ്റുക. ബ്ലേഡ് മാറ്റിയതിന് ശേഷം കട്ടറിലേക്ക് കണക്ട് ചെയ്യുക. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഡ്രില്ലിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റി കഴിഞ്ഞാൽ അത് ചക്കിലേക്ക് ഇടാം. നമ്മൾ ആ മെറ്റീരിയൽ, അതായത് അതിൻ്റെ ഹാമറിങ് ചെറിയൊരു എക്സ്ട്രാ ഒരു പോർഷൻ തന്നേക്കുന്നത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കട്ടറിലേക്ക് ഇട്ട് യൂസ് ചെയ്യാൻ ചെയ്യും. വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റാൻ പറ്റുന്ന. അന്ന് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ബിറ്റിന് ഏകദേശം 240, ആദ്യം കാണിച്ച നീല ബിറ്റിന് ഏകദേശം 210 റേറ്റ് വരുന്നത്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ്, ഞാൻ ഈ പറഞ്ഞ ഈ ബിറ്റാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ്. നമുക്ക് ലൈഫ് കൂടുതലും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കിത് തുളയ്ക്കുന്ന വിധം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.